യാത്ര നമുക്ക് സൗകര്യം എല്ലാം ഈ ഒരു സംഭവം ഒരുക്കി തന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമായിരിക്കും. കാരണം ഞാൻ തന്നെ എയർപോർട്ടിൽ കണ്ടു കുറേ പേർക്ക് കല്യാണം അങ്ങനെ സ്റ്റക്കായവരുണ്ട്, കുറേ പേർക്ക് അച്ഛൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റക്കായവരുണ്ട്. സോ ഒരുപാട് പേർക്ക് പെട്ടെന്ന് നാട്ടിലെത്താനുള്ളവർക്ക് ഒരു വഴിയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യം. ഇനിയും നാളെയൊക്കെ ഫ്ലൈറ്റ്സ് ഉണ്ടെന്ന് കേട്ടു. സോ ഈ ഒരു തീരുമാനം ഒരു എന്താ റിസ്കി ആയിട്ടുള്ളൊരു തീരുമാനമാണെങ്കിലും അക്ബർ ട്രാവൽസ് അത് എടുത്ത് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ചത് ഭയങ്കര ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ആശ്വാസമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നോമ്പുള്ളവർക്ക് ഫുഡിൻ്റെ ഇതൊക്കെ കൊടുത്തു. അങ്ങനെ യാത്രയും സുഖമായിരുന്നു. വളരെ പ്ലസന്റ് ആയിരുന്നു, വെരി കംഫർട്ടബിൾ. അക്ബർ ട്രാവൽസ് ഓർഗനൈസ് ചെയ്തിട്ട് ചാർട്ടർ ഫ്ലൈറ്റിലാണ് വന്നത്. ഓൾമോസ്റ്റ് ഞാൻ 2 ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ക്യാൻസലായി. പിന്നെ ദെൻ ഐ ഫൗണ്ട് ഔട്ട് അബൌട്ട് ദിസ്. വെരി പ്ലഷറബിൾ. ഇത് വളരെ നല്ലോണം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി. എൻ്റെ പേര് ഡോക്ടർ രേഷ്ടിയാണ്, ഫ്രം എടപ്പാൾ. എടപ്പാൾ. യാത്ര കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജോലി നിർത്തിയിട്ട് വരുന്ന വഴിയാണ്. അതായത് അവിടുത്തെ വിസയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വരും. അവിടുത്തെ അവസ്ഥ ഇപ്പോൾ വില നിലവാരമൊക്കെ കൂടുന്നുണ്ട്. ഗ്രോസറി ഐറ്റംസ് ഒക്കെ 2 ദിറംസ് ഉണ്ടായിരുന്ന ഉള്ളിയൊക്കെ ഇപ്പോൾ 14 ദിറംസായി. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന ഫുഡ് ഷോർട്ടേജ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അടുത്തുള്ള ഗ്രോസറിയിലൊക്കെ ഒരു പാനിക്കായിട്ടുള്ള പർച്ചേസ് നടക്കുന്നുണ്ട്. പിന്നെ ഷോർട്ടേജ് ഉണ്ട്, സാധനങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ഉണ്ട്. ഞാനത് നേരത്തെ പ്ലാൻ ചെയ്ത് പിന്നെ ട്രിപ്പായിരുന്നു. ജോബൊക്കെ നിർത്തി പിന്നെ അപ്പാർട്ട്മെൻറ്റൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് വരും. പക്ഷെ പെട്ടെന്ന് പിന്നെ ടിക്കറ്റൊന്നും കിട്ടാണ്ടായി. പിന്നെ ശരിക്കും ഞാൻ കാലിക്കറ്റാണ് ഇറങ്ങേണ്ടത്. ഞാൻ വയനാടാണ് സ്ഥലം. എങ്ങനെ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത്? ടിക്കറ്റ് ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റാണ്, അക്ബർ ട്രാവൽസിൻ്റെ വഴി അങ്ങനെ വന്നു. യാത്രക്കാരായി കുഴപ്പമില്ല. പക്ഷേ ഈ ഫിജറ എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ ബ്ലാസ്റ്റൊക്കെ കാണാം. ചെറിയ തീയും പുകയൊക്കെ കാണാൻ പറ്റും. എങ്ങനെ എത്തി? എങ്ങനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല യാത്രയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അവസ്ഥ ഞങ്ങൾ നിന്ന സ്ഥലത്ത് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അജ്മാനിലായിരുന്നു. ഞങ്ങൾ നിന്ന സ്ഥലത്ത് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. பட் ட்ரோனுகளும் சப்துக்கு போனோம்னாയിരുന്നു. நான் இப்போது ஃபுஜேராலேருந்து ஃப்ளைட் ஏறி வரேன். நான் இருக்கிறது துபாயில். அங்கே சுச்சுவேஷன் கொஞ்சம் அன்சர்டனாக இருந்தது. ஸோ கிட்ஸை வச்சு தனியாக மேனேஜ் பண்ண முடியலன்னு கிளம்பி வந்துட்டோம். ஜாப் எல்லாம் கேன்சல் பண்ணிடுவாங்க? இல்லை, நான் ஆல்ரெடி நோட்டீஸில் தான் இருந்தேன். ஸோ நான் ஆக்சுவலி கிளம்ப வேண்டியதான். 30 days கிரேஸ் பீரியட் இருந்தது. ஸோ நான் இப்போ ஒரு 1 week ஆயிடுச்சு. நிலமை சரியாகிற மாதிரி தெரில. எத்திகாரில் டிக்கெட் புக் பண்ணியிருந்தேன். 2-3 வாட்டி கேன்சலேஷன் ஆகி இன்னும் டிக்கெட் கன்ஃபார்ம் ஆகலை. பட் டில் March 5 வர ஃப்ளைட்ஸ்லாம் சஸ்பெண்டட் அப்படின்னு சொன்னாங்க. அங்கே அதான் தனியாக இருக்கிறதுக்கும் கொஞ்சம் பயமாக தான் இருந்தது. எப்போ பார்த்தாலும் இந்த பாம்பு ஷாட்ஸ்லாம் கேட்டுட்டு இருக்குது. அண்ட் அங்கங்கே ஸ்மோக்கியாக இருக்குது, வெளியே போக முடியல. பட் நைட் ஆனால் கொஞ்சம் ரொம்ப பயமாக இருக்குது. திடீர்னு அலர்ட் மெசேஜ்லாம் வருது. ஸோ ஒரு சேஃப்டி கிட்லாம் ரெடி பண்ணி பாஸ்போர்ட் அந்த மாதிரி டாக்குமெண்ட்ஸ்லாம் வச்சு அப்படி தான் இருந்தோம். சரி, இவ்வளோ ரிஸ்க் எடுக்க வேணாம் அப்படின்னு சொல்லி ஃப்ளைட் இருந்ததுன்னு கேள்விப்பட்டேன். அப்படி கிளம்பி வந்துட்டோம். ஸோ இது வந்து எமர்ஜென்சிக்கு அரேஞ்ச் பண்ண ஃப்ளைட்டுன்னு சொன்னாங்க. பட் ஒரு ஏஜென்சியில் ட்ரை பண்ணோம். பட் நிஜமாவே டிக்கெட் இருந்தது. பட் நிறைய பேர் அங்கே வர்றதுக்கு தான் ரெடியாக இருக்காங்க. ஸோ எல்லாருக்குமே பயமாக தான் இருக்குது. ஏஜென்சி ஏதாவது பர்டிகுலராக இல்லை, பட் ரேண்டமாக நம்ம ஃபேஸ்புக்கில், இன்ஸ்டாகிராம் அந்த மாதிரி ஆட் கொடுக்குறாங்க. பட் எல்லாமே ட்ரஸ்டபுளும் கிடையாது. நிறைய சீட் பண்ணவும் செய்கிறாங்க இந்த சுச்சுவேஷன் யூஸ் பண்ணி. ஸோ நம்ம கொஞ்சம் பார்த்து புக் பண்ணி எடுத்துட்டா ஓகே. இப்போ என்னோட இது வந்து அக்பர் ட்ராவல்ஸ் புக் பண்ண டிக்கெட்ஸ் தான். ஸோ ஃபேமிலி மொத்தம் கிளம்பிட்டாச்சு? ஆமாம். ஸோ நாங்கள் 3 பேர் அங்கே இருந்தோம். ஹஸ்பண்ட் வந்து யூரோப் ட்ராவல் பண்ணுறாங்க இப்போ வேலை விஷயமா. ஸோ நாங்கள் 3 பேர் தனியாக இருந்தோம். யூஸ்வலி இது ரொம்ப நார்மல் தான், எல்லாருமே இப்படி தனியாக இருப்பாங்க, கேர்ள்ஸ் மட்டும். பட் ஆனால் இப்போ கொஞ்சம் അൺസേഫാக இருக்கனால ഇത് അൺസർട്ടനാக ഇരുന്നത്. ഞങ്ങൾ ദുബായിലായിരുന്നു. ദുബായിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഫ്ലൈറ്റ് 2 ദിവസം ക്യാൻസലായി. ഇതിപ്പോൾ ഫുജേറ എന്നുള്ളൊരു സ്പെഷ്യൽ ഫ്ലൈറ്റിന് വന്നത്. അക്ബർ ട്രാവൽസിൻ്റെ സ്പെഷ്യൽ ഫ്ലൈറ്റാണത്. ഇപ്പോൾ നമ്മൾ ചാർട്ടർ ഫ്ലൈറ്റിലാണ് വന്നത്. 11:30 ആകുമ്പോൾ ഡയറക്റ്റായിട്ട് സുഖമായിട്ട് എത്തി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇന്നും ഉണ്ട് ഫ്ലൈറ്റ്. അവരെ ഒരു ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ബോംബെക്ക് ഓൾറെഡി അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ 2 ഫ്ലൈറ്റ് ഇവിടെ അവിടെ ഉണ്ട്. അക്ബർ ട്രാവൽസിനെയാണോ? അവരാണ് ഹിന്ദിക്കോ, അവർ ഡയറക്റ്റ് ഇത് ചെയ്യുവാണ്. ഫുജേറന്നായിരുന്നു അവസ്ഥ. ഭയങ്കര ഇതായിരുന്നു. ഇതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കിട്ടിയത്. ഇപ്പോൾ ബാക്കിയെല്ലാം ക്യാൻസലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫാദർ മരിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് കാരണം വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് അക്ബർ ട്രാവൽസ് ആയിട്ട് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അതുണ്ടായിരുന്നുള്ളൂ. സ്പൈസ് ജെറ്റ് ത്രൂ ആയിട്ടാണ് വന്നത്.